ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അഭ്യന്തര കർമ്മത്തിൻ്റെ മറ്റൊരു വിനോദത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ആത്മീയ യാത്ര നാം പിന്നിട്ട് 4ാം സദനത്തിലൂടെ ഇപ്പോൾ യാത്ര തുടരുകയാണ്. 4ാം സദനത്തിൽ ഒത്തിരിയേറെ പ്രത്യേകതകൾ നാം കണ്ടു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഒരു പരിവർത്തനത്തിന് സദനമായ ഈ 4ാം സദനത്തിൽ പ്രാർത്ഥനയുടെ ചില അനുഭവങ്ങൾ നമുക്ക് പലപ്പോഴും അപരിചിതമായ പല കാര്യങ്ങളും നാം കണ്ടു. ഇനി ഈ 4ാം സദനത്തിലെ മനുഷ്യബന്ധങ്ങൾ, സഹോദര സ്നേഹം, അതൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം. 1ാം സദനത്തിലെ 1, 2 സദനങ്ങളിലെ മനുഷ്യബന്ധം എന്ന് പറയുന്നത് ഒത്തിരിയേറെ സ്വാർത്ഥത നിറഞ്ഞതായിരുന്നു. എൻ്റെ ആഗ്രഹം, എൻ്റെ അഭിലാഷം, ഞാൻ പറയുന്നത് എല്ലാം ഞാൻ എന്നിലേക്കാണ് കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ 3ാം സദനത്തിലേക്ക് വന്നപ്പോൾ ഞാൻ മറ്റുള്ളവരെ നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങി. അവർക്ക് വേണ്ട സഹായം എല്ലാം ചെയ്യാൻ തുടങ്ങി. എനിക്ക് കഴിയുന്ന വിധത്തിലെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എൻ്റെ സമയവും സമ്പത്തും എല്ലാം ഞാൻ നൽകുവാനായിട്ട് തുടങ്ങി. പക്ഷെ അവിടെ വേറൊരു പ്രശ്നമുണ്ടായി. അവിടെ മറ്റുള്ളവരെ എൻ്റെ ആ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്, എൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ഒന്ന് പുനർക്രമീകരിക്കാൻ, സൃഷ്ടിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് അവിടെയുള്ളത്. അപ്പോൾ മറ്റുള്ളവർ ഇത് ശരിയല്ല, ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മാത്രമേ അത് ശരിയാകുള്ളൂ എന്നുള്ളൊരു ചിന്ത, അതൊരിക്കലും ശരിയല്ല. അതാണ് 3ാം സ്ഥാനത്തിൽ നാം കണ്ടത്. എന്നാൽ 4ാം സ്ഥാനത്തിലേക്ക് വരുമ്പോഴേക്കും ഈ മനുഷ്യബന്ധത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും എനിക്ക് മറ്റുള്ളവരെ വേറൊരു വ്യക്തിയായിട്ട് കാണാൻ സാധിക്കും. 3ാം സ്ഥാനത്തിൽ എൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, തുടർച്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാനെന്ന വ്യക്തി ഇങ്ങനെ ചെയ്യുന്നു, അതുപോലെ മറ്റുള്ളവർ ചെയ്യുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഞാൻ മറ്റുള്ളവരെ ദൈവം എന്ന് പറയുന്നത് അതറാണ്. എന്നെ സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ദാനം നൽകുന്ന ഒരു അതർ, എനിക്ക് ആ ദൈവത്തിൽ സ്വാധീനമൊന്നുമില്ല. അതുപോലെ തന്നെ മറ്റു വ്യക്തികളും മറ്റൊരു വ്യക്തിയായിട്ട് ഞാനല്ല, എൻ്റെ തുടർച്ചയല്ല. അപ്പോൾ ആ വ്യക്തിക്ക് വ്യക്തിയുടേതായിട്ടുള്ള ബലഹീനതകളും കുറവുകളും നല്ല ഗുണങ്ങളും പുണ്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ആ വ്യക്തിയെ ആ പുണ്യത്തെ ഞാൻ സ്വീകരിക്കുന്നത് പോലെ തന്നെ അവൻ്റെ ബലഹീനതകളും കുറവുകളും ഞാൻ സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറാകുന്നു. അവൻ്റെ കുറവുകൾ എനിക്കറിയാം, പോരായ്മകൾ അറിയാം. അപ്പോൾ അവൻ ആയിരിക്കുന്ന അവസ്ഥയിൽ, ഓരോ വ്യക്തിയും ആയിരിക്കുന്ന അവസ്ഥയിൽ അവരെ സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സ് എനിക്കുണ്ടാകുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതറായിട്ട്, എൻ്റെ കണ്ടിന്യൂവേഷൻ അല്ല, മറ്റൊരു വ്യക്തിയായിട്ട് ഞാൻ അവരെ സ്വീകരിക്കുകയാണ്. അപ്പം അങ്ങനെ സ്വീകരിക്കുമ്പോൾ എനിക്ക് അവർക്ക് നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുവാനായിട്ടും കഴിയുന്ന രീതിയിലെല്ലാം അവരെ സഹായിക്കാനായിട്ട് സാധിക്കും. ഈ 4ാം സ്ഥാനത്തിൽ എനിക്ക് മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഭൗമിക വസ്തുക്കളോടുള്ള ആ ആസക്തിയൊന്നുമില്ല. ഭൗമിക വസ്തുക്കളെല്ലാം ഞാൻ വിട്ടു. അപ്പോൾ പിന്നെ എനിക്ക് ആരുടെയും ഒരു സപ്പോർട്ട് വേണ്ട, ആരുടെയും സ്വാധീനം വേണ്ട, ആരുടെയും പിൻബലം വേണ്ട. അതുകൊണ്ട് തന്നെ മറ്റു വ്യക്തികൾ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ സഹായിക്കാനും അവരെ കാണുവാനായിട്ടും എനിക്ക് സാധിക്കുന്നു. പിന്നെ ഒരു ആത്മീയ നേതാവെന്ന നിലയിൽ എന്നെ പലരും അവരുടെ ആത്മീയമായിട്ടുള്ള അവരെ നയിക്കാനായിട്ട് എന്നെ വിളിക്കുന്നു. അങ്ങനെ അവർക്കത് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ആത്മീയമായിട്ട് അവരെ മുന്നോട്ട് നയിക്കുവാനായിട്ട് അവരെ ആവശ്യപ്പെടുന്നതനുസരിച്ച്, അത് എൻ്റെ ആഗ്രഹമല്ല, ഞാൻ പറയുന്ന പോലെ അവരുടെ ആവശ്യം അനുസരിച്ച് അവരെൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വളരെ തുറന്ന മനസ്സോടുകൂടി അവരെ സഹായിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ 4ാം സ്ഥാനത്തിലെ ആ മനുഷ്യബന്ധത്തിലെ സഹോദര സ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നാം കണ്ടുമുട്ടുന്ന മനുഷ്യർ ഒത്തിരി കുറവുകളും ഒത്തിരി ബലഹീനതകളും എല്ലാം ഉള്ള മനുഷ്യരാണ്. അവരുടെ കുറവുകൾ എന്തായിക്കോട്ടെ, ബലഹീനതകൾ എന്തായിക്കോട്ടെ, ആ കുറവുകളും ആ ബലഹീനതകളും എല്ലാം ചേർത്ത് പിടിക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. അവരുടെ പുണ്യം, അവരുടെ നല്ല വശം ഞാൻ കാണുന്ന പോലെ തന്നെ അവരുടെ കുറവുകളും കുറ്റങ്ങളും അതോടുകൂടി അവർ സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. എന്നാൽ അതേസമയം തന്നെ അവരാവശ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് വേണ്ട ആത്മീയമായിട്ടുള്ള നേതൃത്വം കൊടുക്കുവാനും അവരെ ആത്മീയമായിട്ട് മുന്നോട്ട് നയിക്കുവാനും ഒക്കെ എനിക്ക് സാധിക്കുന്നു. അതാണ് ഈ 4ാം സ്ഥാനത്തിലെ
പ്രാർത്ഥന, ആ മനുഷ്യബന്ധത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഞാൻ ആയിരിക്കുന്ന രീതിയിൽ മറ്റുള്ളവരാകണമെന്നുള്ളത് നമ്മൾ വാശി പിടിക്കരുത്. ഓരോ വ്യക്തിയും ആയിരിക്കുന്ന രീതിയിൽ ആ വ്യക്തിയെ സ്വീകരിക്കാനും ആ വ്യക്തിക്ക് വേണ്ട രീതിയിൽ സഹായം ചെയ്യാനും കൊടുക്കുക. അതാണ് യഥാർത്ഥമായുള്ള സഹോദര സ്നേഹം, അതാണ് യഥാർത്ഥമായുള്ള മനുഷ്യബന്ധം എന്ന് പറയുന്നത്. അല്ലാതെ എൻ്റെ ഒരു തുടർച്ചയായിട്ട് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ മറ്റുള്ളവർ ചെയ്യണം എന്ന് നമ്മൾ ഒരിക്കലും വാശി പിടിച്ചാൽ, ചിന്തിച്ചാൽ അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു മനുഷ്യബന്ധമല്ല, ഒരു സ്നേഹപ്രകടനമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ 4-ാം സ്ഥാനത്തിലേക്ക് പ്രവേശിക്കുന്ന നമുക്ക് അങ്ങനെ ഓരോ വ്യക്തിയും ആയിരിക്കുന്ന രീതിയിൽ അവരെ സ്വീകരിക്കുവാനും അവരെ സമീപിക്കുവാനും വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.